നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. PM ശ്രീയിൽ നിലപാട് കടുപ്പിച്ച് CPI. പദ്ധതിയിൽ ഒപ്പിട്ടത് മുന്നണി മര്യാദ ലംഘനമെന്ന് ബിനോയ് വിശ്വം. കരാർ റദ്ദാക്കണമെന്നും ആവശ്യം. പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് MV ഗോവിന്ദൻ. തന്ത്രപരമായ തീരുമാനമെന്നും പാഠ്യപദ്ധതി മാറില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി. PM ശ്രീയിൽ ചേർന്ന കേരള സർക്കാരിനെ അഭിനന്ദിച്ച് കേന്ദ്രം. ഒപ്പുവയ്ക്കാൻ മുഖ്യമന്ത്രിക്ക് കേന്ദ്രത്തിൽ നിന്നും എന്ത് സമ്മർദ്ദമുണ്ടായെന്ന് വ്യക്തമാക്കണമെന്ന് VD സതീശൻ. കാനഡയുമായുള്ള വ്യാപാര ചർച്ചകൾ അവസാനിപ്പിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിനെ ചൊടിപ്പിച്ചത് വിദേശ ഉൽപ്പന്നങ്ങൾക്കെതിരായ തീരുവകളെ വിമർശിക്കുന്ന കാനഡയിലെ പരസ്യം. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ച് കാനഡ. മഹാസഖ്യത്തിനെതിരെ ആഞ്ഞടിച്ച് ബീഹാറിൽ പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ NDA റെക്കോർഡ് ഭൂരിപക്ഷം നേടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ നേതാക്കളെ സംസ്ഥാനത്തേക്ക് എത്തിച്ച് കോൺഗ്രസും BJPയും. ഇന്ത്യ സഖ്യം ചൊവ്വാഴ്ച പ്രകടന പത്രിക പുറത്തിറക്കും. ഷാർജയിൽ വാഹന ഗതാഗതത്തിന് നിയന്ത്രണം. ബൈക്കുകൾക്കും ഭാരവാഹനങ്ങൾക്കും നിശ്ചിത ലൈനുകൾ അനുവദിച്ചു. അടുത്ത മാസം 1 മുതൽ നിർദ്ദേശം പ്രാബല്യത്തിൽ. സംസ്ഥാന കായികമേളയിൽ തിരുവനന്തപുരത്തിന്റെ കുതിപ്പ് തുടരുന്നു. 2ാം സ്ഥാനത്ത് തൃശൂർ. PM ശ്രീയിൽ ചേർന്നത് തന്ത്രപരമായ തീരുമാനമെന്ന് മന്ത്രി V ശിവൻകുട്ടി. പാഠ്യപദ്ധതി മാറില്ലെന്നും കുട്ടികൾക്ക് അവകാശപ്പെട്ട ഫണ്ട് തടയാനാകില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഫണ്ട് ഇല്ലാത്തത് അലവൻസിനെ അടക്കം ബാധിച്ചു. കുട്ടികളുടെ ഭാവി പന്താടി ഒരു സമ്മർദ്ദത്തിനും വഴങ്ങില്ല എന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലോകത്തെമ്പാടും മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടെന്നിപ്പോൾ പല രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിൽ നിന്ന് മാറി നിൽക്കാനൊന്നും കേരളത്തിന് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് NEPയുടെ കാര്യത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തായിരുന്നാലും ടൂറിസം രംഗത്തായിരുന്നാലും ലോകബാങ്കിൻ്റെ കാശ് വാങ്ങുന്ന കാര്യത്തിലായിരുന്നാലും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലായിരുന്നാലും അതിലൊക്കെ തന്നെ നമുക്ക് ഐക്യകേരള രൂപീകരണത്തിന് ശേഷം ഉള്ള കുറേ ആ കാലഘട്ടം മുതൽ എടുത്തിട്ടുള്ള ഓരോ നയം എടുത്തു നോക്കിയാൽ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് മാറി എടുത്തിട്ടുണ്ട്. അത് എടുക്കേണ്ടി വരും നമുക്ക്. അല്ലാതെ അതേസമയം PM ശ്രീയിൽ ഇടതുമുന്നണിയിൽ അസാധാരണ പൊട്ടിത്തെറി. മുന്നണി മര്യാദകളുടെ ലംഘനമെന്നും സർക്കാരിന് എന്ത് കൂട്ടുത്തരവാദിത്വമാണ് ഉള്ളതെന്നും ആഞ്ഞടിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നു. എവിടെ ചർച്ച ചെയ്യാതെ, ആരോടും ആലോചിക്കാതെ ഘടക പാർട്ടികളെയും മന്ത്രിസഭയെയും തന്നെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഇത്രയും ഗൗരവമായ ഒന്നിൽ LDF ഗവൺമെന്റിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് CPIക്ക് അറിയില്ല. ഇതല്ല LDFന്റെ ശൈലി. ഇതാകരുത് LDFന്റെ ശൈലി. LDF വാക്കിലും പ്രവൃത്തിയിലും ഇടതുപക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ, അതിന്റെ മര്യാദകളെ, മാന്യതകളെ, രാഷ്ട്രീയ വ്യാപ്തികളെ എല്ലാം ഉൾക്കൊള്ളാൻ കടപ്പെട്ട പക്ഷമാണെന്ന് CPIക്ക് ബോധ്യമുണ്ട്. അത് PM ശ്രീയിൽ പരിഹരിക്കാവുന്ന പ്രശ്നം മാത്രമെന്ന് MV ഗോവിന്ദൻ. CPIയുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുമെന്നും CPIയുടെ വിമർശനം മുഖവിലേക്ക് എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ നയപരമായിട്ട് അന്നും ഇന്നും ഇനി നാളെയും ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നിബന്ധനകൾക്കെതിരാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും ഗവൺമെന്റ് കേരളത്തിന് നൽകേണ്ടുന്ന പണം തരാതിരിക്കുന്നു. അത് ചെറിയ രീതിയിലുള്ളതല്ല, ആയിരക്കണക്കിന് കോടി. ഇപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞ പോലെ 8,000-ഓളം കോടി ഉറുപ്പിക നമ്മുടെ നെല്ല് സംഭരിച്ചത് ഉൾപ്പെടെയുള്ള പൈസ തരാതിരിക്കുന്നു. ഓരോ നിബന്ധന വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ശക്തിയായ നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്കെതിരായിട്ട് ഒരുതരം സാമ്പത്തിക ഉപരോധം പോലെ. അതേസമയം PM ശ്രീ കരാർ വിഷയത്തിൽ കൈമലർത്തി LDF കൺവീനർ. LDFൽ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്ന് TP രാമകൃഷ്ണൻ സമ്മതിച്ചുവെങ്കിലും ഫണ്ട് വാങ്ങുന്ന കാര്യത്തിൽ കൂടിയാലോചന നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. PM ശ്രീ കരാറിൽ ഒപ്പുവെച്ചത് ഘടകകക്ഷികളോട് ആലോചിക്കാതെ എന്ന് സംബന്ധിച്ച് LDF കൺവീനർ. PM ശ്രീക്കെതിരെ CPI പ്രതിഷേധമുയർത്തിയിട്ടും LDFൽ ചർച്ച ചെയ്തില്ലെന്ന് തന്നെയാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറയുന്നത്. അതേസമയം കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ ചില കൂടിയാലോചനകൾ നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും ഘടകകക്ഷികളോടാണോ എന്ന് വ്യക്തമാക്കിയില്ല.
അപ്പോൾ മുന്നണി യോഗത്തിൽ ഈ പ്രശ്നം ചർച്ചയ്ക്ക് വിധേയമാക്കും, നിലപാടുകൾ സ്വീകരിക്കും. ഈ ഒപ്പിട്ട് എന്ന് പറയുന്ന വ്യവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കാതെ അത് സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനം നടത്താൻ ഇപ്പോൾ എനിക്ക് സാധിക്കില്ല. PM3 കരാറിൽ ഏർപ്പെട്ടത് LDFിലെ ഘടകകക്ഷികളെ ബോധ്യപ്പെടുത്താതെയാണെന്ന CPI വാദം അംഗീകരിക്കുന്നതായിരുന്നു LDF കൺവീനറുടെയും നിലപാട്. വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് കരാറിൽ ഏർപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. PM3 വിഷയത്തിൽ കൂടുതൽ വിശദീകരണത്തിന് തനിക്ക് താൽപ്പര്യമില്ലെന്നാണ് വാർത്താ സമ്മേളനത്തിന്റെ തുടക്കം മുതൽ തന്നെ LDF കൺവീനർ എടുത്ത നിലപാട്. CPIയുടെ അഭിപ്രായങ്ങൾ കേൾക്കുമെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം കേട്ടിട്ട് എന്ത് കാര്യമാണുള്ളതെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ഉണ്ടായില്ല. നിങ്ങളിപ്പോൾ എത്ര സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തൊരു പ്രശ്നം എനിക്ക് പറയാനില്ല. എന്നെ വിളിച്ച് ചോദിച്ചവരോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. അപ്പോൾ അത് ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് കാണാമെന്ന് വെച്ചത്. ഇല്ല, ഞാൻ കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ ഇത് പരിശോധിച്ചതിന് ശേഷം ഞാൻ പറയാം. അത്രേ പറയാൻ കഴിയുള്ളൂ. ഇതിനെപ്പറ്റി ഇനി ചർച്ച വേണ്ട. PM3 വിഷയം വിശദമായി പഠിച്ച ശേഷമേ പ്രതികരിക്കാൻ കഴിയുകയുള്ളൂവെന്നും ഇതേക്കുറിച്ച് തനിക്ക് കൂടുതൽ അറിവില്ലെന്നും പറഞ്ഞ് LDF കൺവീനർ കൈമലർത്തി. അമൃത ന്യൂസ്, കോഴിക്കോട്. PM3 പദ്ധതിയിൽ ഒപ്പുവയ്ക്കാൻ മുഖ്യമന്ത്രിക്ക് കേന്ദ്രത്തിൽ നിന്നും എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായതെന്ന് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPI പോലും അറിയാതെയാണ് PM3 പദ്ധതിയിൽ ഒപ്പുവെച്ചത്. CPM കേന്ദ്ര കമ്മിറ്റിയെ പോലും എതിർത്താണ് ഏകപക്ഷീയമായ തീരുമാനമെടുത്തത്. കോൺഗ്രസ് അതിശക്തമായി എതിർത്ത പദ്ധതിയാണ് PM3 എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. CPM കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാടിനെതിരായിട്ട് പോലുമാണ് CPM ഭരിക്കുന്ന സംസ്ഥാനത്തെ മന്ത്രിസഭ PM3 പദ്ധതിയിൽ ഇങ്ങനൊരു നിലപാട് ആരോടും ആലോചിക്കാതെ ഒറ്റയ്ക്കൊരു പാർട്ടി ഒരു മുന്നണി ഭരിക്കുമ്പോൾ മുന്നണിയിലെ ഘടകകക്ഷികളും മന്ത്രിമാരുമായിട്ട് പോലും ആലോചിക്കാതെ, പ്രതിപക്ഷമായിട്ട് പോലും ആലോചിക്കാതെ ഇങ്ങനെ ഒരു ഏകപക്ഷീയമായ തീരുമാനമെടുത്തത്. ഇത് മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രിയെ കണ്ട് അവരുടെ ഒരു രാഷ്ട്രീയമായ ഒത്തുചേരലിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ പദ്ധതിയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ഈ തീരുമാനം. ശബരിമലയിലെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിക്ക് വിറ്റതായി സൂചന. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത്. സ്വർണം കണ്ടെത്തുന്നതടക്കമുള്ള തെളിവെടുപ്പിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബംഗളൂരുവിലും ചെന്നൈയിലും ബെല്ലാരിയിലും എത്തിക്കും. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് സൂചന. ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റതെന്നാണ് വിവരം. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഉണ്ണികൃഷ്ണന്റെ ഈ വെളിപ്പെടുത്തൽ. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച ദ്വാരപാലക ശില്പത്തിൽ നിന്നും 989 ഗ്രാം സ്വർണം വേർതിരിച്ചെടുത്തതിൽ 476 ഗ്രാം സ്വർണമാണ് വിറ്റത്. സ്മാർട്ട് ക്രിയേഷൻ 109 ഗ്രാം പണിക്കൂലിയായി വാങ്ങിയതായാണ് സൂചന. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തുന്ന തെളിവെടുപ്പിനൊപ്പം വിറ്റ സ്വർണം വീണ്ടെടുക്കാനും അന്വേഷണ സംഘം ശ്രമം നടത്തുന്നുണ്ട്. തെളിവെടുപ്പിനായി ബംഗളൂരു, ചെന്നൈ, ബെല്ലാരി എന്നിവിടങ്ങളിൽ എത്തിക്കാനാണ് തീരുമാനം. സ്വർണം വാങ്ങിയ ഗോവർദ്ധനിൽ നിന്നടക്കം അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണന് വേണ്ടി കൽപേഷാണ് സ്മാർട്ട് ക്രിയേഷനിൽ നിന്നും സ്വർണം കൊണ്ടുപോയതെന്ന സ്മാർട്ട് ക്രിയേഷൻ CEO അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. പോറ്റി വിൽപ്പന നടത്തിയ സ്വർണവും സ്മാർട്ട് ക്രിയേഷനിൽ പണിക്കൂലിയായി എടുത്ത സ്വർണവും വീണ്ടെടുക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇനിയുള്ള ദൗത്യം. അതേസമയം മുരാരി ബാബുവിന് പിന്നാലെ കേസിൽ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഉണ്ണികൃഷ്ണനും മുരാരി ബാബുവും കൂടാതെ 8 പേരാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതിപട്ടികയിലുള്ളത്. ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. വരും ദിവസങ്ങളിൽ ഇവരെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ച ശേഷം പങ്ക് വ്യക്തമാവുകയാണെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ ബീഹാർ. പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെത്തി. തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന NDA റെക്കോർഡ് ഭൂരിപക്ഷം നേടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം ചൊവ്വാഴ്ച പ്രകടന പത്രിക പുറത്തിറക്കി പ്രചരണത്തിൽ സജീവമാകാനാണ് മഹാസഖ്യത്തിന്റെ തീരുമാനം. ബീഹാറിലെ NDA ക്യാമ്പിന് ആവേശമായാണ് പ്രധാനമന്ത്രിയുടെ വരവ്. സമസ്തിപൂരിലെത്തിയ മോദി ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിന്റെ സ്മരണ നിലനിൽക്കുന്ന ഗ്രാമത്തിൽ സന്ദർശനം നടത്തി. കർപ്പൂരി ഗ്രാമത്തിൽ നിന്നു തന്നെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്. 30% വരുന്ന പിന്നോക്ക വിഭാഗം വോട്ടർമാരെ ആകർഷിക്കുകയാണ് NDAയുടെ ലക്ഷ്യം. സമസ്തിപൂരിൽ റാലിയോടെ തുടങ്ങി.
ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ NDA തെരഞ്ഞെടുപ്പ് റെക്കോർഡുകൾ തിരുത്തി കുറിക്കുമെന്ന് മോദി പറഞ്ഞു. RJDയെയും കോൺഗ്രസിനെയും വിമർശിച്ച മോദി അഴിമതി കേസുകളിൽപ്പെട്ട് നേതാക്കൾ ജാമ്യത്തിൽ നടക്കുകയാണെന്നും അഴിമതിക്കാരെ ബീഹാർ പുറത്തു നിർത്തുമെന്നും പറഞ്ഞു. पूरा बिहार कह रहा है फिर एक बार NDA सरकार, फिर एक बार सुशासन सरकार, जंगल राज वालों को दूर रखेगा बिहार. लेकिन RJD और कांग्रेस वालों से आप ऐसी उम्मीद नहीं कर सकते. RJD और कांग्रेस को अपने अपने परिवारों के राजनीतिक भविष्य की ही चिंता है. ബീഹാർ നിക്ഷേപകരുടെ ഇഷ്ട സംസ്ഥാനമായി മാറിയെന്നുകൂടി മോദി അവകാശപ്പെട്ടു. അതേസമയം ചൊവ്വാഴ്ച പ്രകടന പത്രിക പുറത്തിറക്കി പ്രചാരണത്തിൽ സജീവമാകാനാണ് മഹാസഖ്യത്തിന്റെ തീരുമാനം. മഹാസഖ്യത്തിന്റേതുപോലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനോ ഒരുമിച്ച് വാർത്താസമ്മേളനം നടത്താനോ NDAക്ക് കഴിയാത്തതെന്ത് എന്ന ചോദ്യമാണ് തേജസ്വി യാദവ് ഉന്നയിച്ചത്. मोदी जी वोट लेकर के चल जाते हैं, चुनाव में फिर आते हैं और खाली क्या बोलते हैं जंगल राज. या कौन ऐसा दिन है जब मुजफ्फरपुर में हत्या बलात्कार नहीं हो रहा, जरा बताइए तो कौन ऐसा दिन नहीं है. രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിന്റെയും സംയുക്ത റാലി അടക്കം നടത്താനാണ് മഹാസഖ്യം ആലോചിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ദീപാവലിക്ക് സൗത്ത് ഡൽഹിയിൽ സ്ഫോടനം നടത്തുവാനുള്ള ഭീകരാക്രമണ പദ്ധതിയെ ഡൽഹി പോലീസ് തകർത്തു. 2 IS പ്രവർത്തകർ പിടിയിലായി. ഡൽഹി പോലീസിന്റെ പ്രത്യേക സംഘമാണ് പിടികൂടിയത്. രഹസ്യ വിഭാഗത്തിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഒരാൾ ഡൽഹി സ്വദേശിയും മറ്റൊരാൾ മധ്യപ്രദേശ് സ്വദേശിയുമാണ്. അമേരിക്കയുടെ വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നായ കാനഡയുമായുള്ള വ്യാപാര ചർച്ചകൾ അവസാനിപ്പിക്കുകയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിദേശ ഉൽപ്പന്നങ്ങൾക്കെതിരായ തീരുവകളെ വിമർശിക്കുന്ന മുൻ US പ്രസിഡന്റ് റൊണാൾഡ് റീഗന്റെ പ്രസംഗത്തിലെ ഓഡിയോ ആധാരമാക്കി കാനഡയിൽ ഒരു പരസ്യം പുറത്ത് ഇറക്കിയതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ഒരു പരസ്യത്തെ ചൊല്ലി അമേരിക്കയും കാനഡയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നു. വിദേശ ഉൽപ്പന്നങ്ങൾക്കെതിരായ തീരുവകളെ വിമർശിക്കുന്ന മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് റീഗന്റെ 1987 പ്രസംഗത്തിലെ ഓഡിയോ ആധാരമാക്കി കാനഡയിലെ ഒണ്ടാരിയോ പ്രവിശ്യ സർക്കാർ കഴിഞ്ഞയാഴ്ച ഒരു പരസ്യം പുറത്തിറക്കിയിരുന്നു. ഇതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. തീരുവകൾ ഓരോ അമേരിക്കൻ തൊഴിലാളിയെയും ഉപഭോക്താവിനെയും ദോഷകരമായി ബാധിക്കുന്നുവെന്നും കടുത്ത വ്യാപാര യുദ്ധങ്ങൾക്ക് കാരണമാകുന്നുവെന്നും റൊണാൾഡ് റീഗൻ പറഞ്ഞിരുന്നു. ഇതാണ് പരസ്യത്തിൽ ഉപയോഗിച്ചത്. ട്രംപിന്റെ ഇപ്പോഴത്തെ തീരുവ നിലപാടിൽ വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലായിരുന്നു പരസ്യം പുറത്തു വന്നത്. എന്നാൽ പ്രസംഗത്തെ തെറ്റായി ചിത്രീകരിക്കുന്നുവെന്നും ക്ലിപ്പ് ഉപയോഗിക്കാൻ ഒണ്ടാരിയോ സർക്കാർ അനുവാദം ചോദിച്ചിട്ടില്ലെന്നും റൊണാൾഡ് റീഗൻ ഫൗണ്ടേഷൻ അവകാശപ്പെട്ടു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കാനഡയുമായുള്ള എല്ലാ വ്യാപാര ചർച്ചകളും ഇതോടെ അവസാനിപ്പിക്കുന്നുവെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ വ്യക്തമാക്കിയത്. US സുപ്രീം കോടതിയുടെയും മറ്റു കോടതികളുടെയും തീരുമാനങ്ങളിൽ ഇടപെടാനാണ് പരസ്യം ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കാനഡ വളരെ കാലമായി USന്റെ പ്രധാന വ്യാപാര പങ്കാളിയാണ്. കഴിഞ്ഞ വർഷം US $411.9 ബില്യൺ സാധനങ്ങൾ കാനഡയിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്നു. എന്നാൽ ഓട്ടോ, സ്റ്റീൽ, അലൂമിനിയം, തടി, ഊർജം തുടങ്ങിയ മേഖലകളിൽ ട്രംപ് ഏർപ്പെടുത്തിയ ഉയർന്ന തീരുവകൾ കാനഡയുടെ സമ്പദ്വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചു. പല കാനഡക്കാരും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും USലേക്ക് യാത്ര ചെയ്യാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വൈൽ ഡെലിവറി ബൈക്കുകൾ അതിവേഗ പാത ഉപയോഗിക്കുവാനുള്ള അനുമതി റദ്ദാക്കിയതിന് പിന്നാലെ ഷാർജ എമിറേറ്റിലും വാഹന ഗതാഗതത്തിന് നിയന്ത്രണങ്ങൾ വരുന്നു. മോട്ടോർ ബൈക്കുകൾക്കും ഭാരവാഹനങ്ങൾക്കുമുള്ള നിശ്ചിത ലൈനുകൾ അനുവദിച്ചുകൊണ്ട് ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഉത്തരവ് പുറത്തിറക്കി. നവംബർ 1 മുതൽ നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. ഷാർജ RTA-യും പോലീസ് വകുപ്പും സംയുക്തമായാണ് ബസ്, ലോറി ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങൾക്കും ബൈക്കുകൾക്കും റോഡുകളിൽ നിശ്ചിത ലൈനുകൾ അനുവദിച്ചുകൊണ്ടുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഇതനുസരിച്ച് ട്രക്ക്, ട്രെയിലർ, ലോറി, ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ വലതുവശത്തുള്ള ലൈനാണ് ഉപയോഗിക്കേണ്ടത്. 4 വരികളുള്ള റോഡിൽ വലതുവശത്തു നിന്ന് 3-ാമത്തെയും 4-ാമത്തെയും ലൈനുകളാണ് മോട്ടോർ സൈക്കിളുകൾ ഉപയോഗിക്കേണ്ടത്. 3 വരി റോഡുകളിൽ മധ്യഭാഗത്തെയും അവസാനത്തെയും 2 ലൈനുകൾ മോട്ടോർ സൈക്കിളുകൾക്ക് ഉപയോഗിക്കാം. 2 വരി പാതയിൽ വലതുവശത്തെ ലൈൻ മാത്രമേ ഉപയോഗിക്കാവൂ. ഡ്രൈവർമാരെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി സൂചനാ ബോർഡുകളിലും റോഡുകളിലും നിശ്ചിത അകലത്തിൽ വാഹനങ്ങളുടെ ചിത്രങ്ങൾ രേഖപ്പെടുത്തും. ലൈൻ നിയമം പാലിക്കാത്ത ഹെവി വാഹന ഡ്രൈവർമാർക്ക് 1500 ദിർഹം പിഴയും 12 ബ്ലാക്ക് പോയിന്റുമായിരിക്കും ശിക്ഷ.
ദുബായ് റോഡുകളിലെ അതിവേഗ ലൈനുകളിൽ ഡെലിവറി ബൈക്കുകൾ ഓടിക്കുന്നത് തടഞ്ഞുകൊണ്ട് ദുബായ് RTA ഈയിടെ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. അമൃത ന്യൂസ്, ഷാർജ. കുവൈറ്റിലെ ആരോഗ്യ മന്ത്രാലയത്തിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റിന്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ ഇന്ത്യൻ സുഡാനീസ് കമ്പനിക്കെതിരെ 3000 ദിനാർ വീതം പിഴ ശിക്ഷ വിധിച്ചു. ജസ്റ്റിസ് നാസർ അൽ ഹൈദിൻ്റെ നേതൃത്വത്തിലുള്ള അപ്പീൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. എന്നാൽ ഇതേ കേസിൽ നേരത്തെ ശിക്ഷിക്കപ്പെട്ട പ്രതികളായ പിതാവിനെയും മകനെയും 3 വർഷത്തെ തടവ് ശിക്ഷയിൽ നിന്നും ഒഴിവാക്കി 10000 ദിനാർ വീതം പിഴ ചുമത്തുകയും മറ്റൊരു മകനെ കോടതി കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. ആരോഗ്യ മന്ത്രാലയത്തിലെ ഇന്ത്യ, സുഡാൻ എന്നീ രാജ്യക്കാരായ 60ഓളം നഴ്സുമാരുടെ പരാതിയിലാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത്. കുവൈറ്റിലെ ജലീബ് അൽ ഷുയൂഖ് പ്രദേശത്ത് പ്രവാസികളെ ലക്ഷ്യമിട്ട് കവർച്ച നടത്തുന്ന 3 അംഗ അറബ് പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. 2 കുട്ടികളും ഒരു മുതിർന്ന വ്യക്തിയുമാണ് പ്രതികൾ. മലയാളികൾ ഉൾപ്പെടെ പ്രവാസികൾ തിങ്ങിപ്പാർക്കുന്ന ജലീബ് പ്രദേശത്ത് പ്രവാസികൾക്ക് നേരെയുള്ള കവർച്ച കേസുകൾ വർദ്ധിച്ചതിനെ തുടർന്ന് ആഭ്യന്തര മന്ത്രാലയം പ്രദേശത്ത് മൊബൈൽ പട്രോളിംഗ് ശക്തമാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് പ്രതികൾ പിടിയിലായത്. പ്രവാസികളെ രഹസ്യമായി പിന്തുടരുകയും ഇടുങ്ങിയ സ്ഥലങ്ങളിൽ വെച്ച് ഇരകളെ മർദ്ദിച്ച് പണവും മൊബൈൽ ഫോണുകളും വിലപിടിപ്പുള്ള വസ്തുക്കളും തട്ടിയെടുക്കുന്നതായിരുന്നു സംഘത്തിൻ്റെ രീതി. തുടർ നടപടികൾക്കായി പ്രതികളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ നിർദ്ദേശപ്രകാരം 2025-26 അധ്യയന വർഷത്തേക്കുള്ള ദുബായ് സ്റ്റുഡൻറ് കൗൺസിൽ രൂപീകരിക്കുന്നതിന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി അംഗീകാരം നൽകി. ദുബായിലെ വിവിധ സ്വകാര്യ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഗ്രേഡ് 9 അല്ലെങ്കിൽ 10ാം ക്ലാസ് മുതൽ ഗ്രേഡ് 12 അല്ലെങ്കിൽ 13ാം ക്ലാസ് വരെയുള്ള 16 വിദ്യാർത്ഥികളാണ് കൗൺസിലിൽ ഉൾപ്പെടുന്നത്. 6 വ്യത്യസ്ത പാഠ്യപദ്ധതികളെയും 9 ദേശീയതകളെയും പ്രതിനിധീകരിക്കുന്ന 16 സ്വകാര്യ സ്കൂളുകളിൽ നിന്നാണ് അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. കുവൈറ്റിൽ പ്രവാസികളുടെ എണ്ണം ഈ വർഷം അവസാനത്തോടെ വീണ്ടും 2% കുറയുമെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം കുവൈറ്റിലെ പ്രവാസികളുടെ എണ്ണത്തിൽ 1.6% കുറവ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗൾഫ് അമേരിക്കൻ സാമ്പത്തിക കൺസൾട്ടിംഗ് സ്ഥാപനം പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. യുദ്ധം, COVID-19 പോലെയുള്ള പകർച്ചവ്യാധികൾ മുതലായ സമയങ്ങളിലാണ് മറ്റു രാജ്യങ്ങളിൽ പ്രവാസികളുടെ എണ്ണത്തിൽ ഇടിവ് സംഭവിക്കാറുള്ളത്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് കുവൈറ്റിൽ പ്രവാസികളുടെ എണ്ണത്തിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. രാജ്യത്തെ കുടിയേറ്റ നിയമം ശക്തമാക്കിയതാണ് ഇതിന് പ്രധാന കാരണമായി പറയപ്പെടുന്നത്. വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കുക എന്നത് രാജ്യത്തെ പ്രധാന ജനകീയ ആവശ്യങ്ങളിലൊന്നാണ്. ഇതിന് കരുത്തു പകരുന്ന നടപടികളാണ് പുതിയ സർക്കാർ സ്വീകരിച്ചു വരുന്നത്. 3 ദിവസത്തെ ഔദ്യോഗിക UAE സന്ദർശനത്തിനെത്തിയ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വാണിജ്യ വ്യവസായ രംഗത്തുള്ള പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി. കാർഷിക രംഗം, റീറ്റെയിൽ ടെക്നോളജി അടക്കം വിവിധ മേഖലകളിലുള്ള നിക്ഷേപം സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് സന്ദർശനം. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുമായും ചന്ദ്രബാബു നായിഡു കൂടിക്കാഴ്ച നടത്തി. ലുലു ഗ്രൂപ്പിൻ്റെ ആന്ധ്രാപ്രദേശിലെ നിക്ഷേപ പദ്ധതികളുടെ തുടർ നീക്കങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. വിശാഖപട്ടണത്തെ നിർദ്ദിഷ്ട ഷോപ്പിംഗ് മാളിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കും. 2028 ഡിസംബറോടെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് യൂസഫ് അലി പറഞ്ഞു. ആന്ധ്രയിലെ കർഷകർക്കടക്കം പിന്തുണയേകുന്ന വിജയവാഡയിലെ ഭക്ഷ്യ സംസ്കരണ കയറ്റുമതി കേന്ദ്രം 3 മാസത്തിനകം പ്രവർത്തനം സജ്ജമാക്കുമെന്നും യൂസഫ് അലി ആന്ധ്ര മുഖ്യമന്ത്രിയെ അറിയിച്ചു. ലുലുവിൻ്റെ പദ്ധതികൾക്ക് പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് ചന്ദ്രബാബു നായിഡു കൂടിക്കാഴ്ചയിൽ ഉറപ്പു നൽകി. ജിദ്ദയിൽ ഈ വർഷം ഡിസംബർ 4 മുതൽ 13 വരെ നടക്കുന്ന റെഡ് സീ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന ന്യൂ സൗദി സിനിമ ഫീച്ചർ ഫിലിംസ് വിഭാഗത്തിലെ 5 സൗദി സിനിമകൾ പ്രഖ്യാപിച്ചു. സൗദി അറേബ്യൻ ഡോക്യുമെൻ്ററി രംഗത്തെ പുതിയ തലമുറയുടെ ചിത്രങ്ങളാണിത്. നൂർ, ദ ടൈഡ് ഓഫ് ഹ്യൂമാനിറ്റി, 7 പീക്സ്, ഐസ് ഓഫ് ദി സാൻഡ്, ഡ്രോയിങ്, സർക്കിൾ ഓഫ് ലൈഫ് എന്നിവയാണ് തിരഞ്ഞെടുക്കപ്പെട്ട സൗദി ചിത്രങ്ങൾ. ഭാര്യയെ കൊലപ്പെടുത്തിയ ഭർത്താവിൻ്റെ വധശിക്ഷ നടപ്പാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം. ഭാര്യയെ മനഃപൂർവ്വം കൊലപ്പെടുത്താൻ പദ്ധതി തയ്യാറാക്കിയ പ്രതി ഹാദി ബിൻ റാദി ബിൻ ഗസാബ് അൽ അനസിക്ക് ഉത്തര അതിർത്തി പ്രവിശ്യയിലാണ് ശിക്ഷ നടപ്പാക്കിയത്. ഭാര്യയെ കാറിൽ പിന്തുടർന്ന പ്രതി യുവതിയെ കാറിടിച്ച് റോഡിൽ തള്ളിയിട്ട ശേഷം മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് പലതവണ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കേസ്. പള്ളുരുത്തി സെൻറ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിലെ ഹർജി തീർപ്പാക്കി ഹൈക്കോടതി. സ്കൂളിൽ പഠിക്കാൻ താൽപ്പര്യമില്ലെന്ന് പെൺകുട്ടിയെ അറിയിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് VG അരുൺ ഹർജികൾ തീർപ്പാക്കിയത്. സ്കൂൾ മാറാൻ തീരുമാനിച്ചതിനാൽ ഹർജിയിലെ വിഷയങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്ന് കോടതി തീരുമാനിക്കുകയായിരുന്നു. ഹൈക്കോടതി തീർപ്പ് കൽപ്പിക്കും വരെ TC വാങ്ങില്ലെന്ന് കുട്ടിയുടെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു.
ആനക്കൊമ്പ് കൈവശം വയ്ക്കാൻ നടൻ മോഹൻലാലിന് സർക്കാർ നൽകിയ അനുമതി ഹൈക്കോടതി റദ്ദാക്കി. സർക്കാർ വിജ്ഞാപനം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയില്ല എന്ന നടപടി വീഴ്ച ചൂണ്ടിക്കാണിച്ചാണ് ഹൈക്കോടതി ഉത്തരവ്. ഇത് സംബന്ധിച്ച് നടപടിക്രമം പാലിച്ച് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. മോഹൻലാലിനെതിരെ വനം വകുപ്പ് കേസെടുത്തപ്പോൾ 2015 കൊമ്പിൻ്റെ കൈവശം നിയമവിധേയമാക്കിക്കൊണ്ട് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഇത് നടപടിക്രമം പാലിക്കാതെയും ഗസറ്റിൽ പരസ്യപ്പെടുത്താതെയും ആയതിനാൽ അനുമതി പത്രത്തിന് നിയമസാധുതയില്ലെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയത്. മോഹൻലാലിൻ്റെ അപേക്ഷയിൽ സർക്കാരിന് പുതിയ അനുമതി നൽകാം. അതോടെ വനം വകുപ്പ് ലാലിനെതിരെ എടുത്ത കേസ് അപ്രസക്തമാകും. ഗുരുവായൂരിൽ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ജീവനൊടുക്കിയ സംഭവത്തിൽ പലിശ ഇടപാടുകാരുടെ വീട്ടിൽ പരിശോധന നടത്തി പോലീസ്. കണ്ടാണശ്ശേരി സ്വദേശി വിവേക് ദാസിൻ്റെ വീട്ടിൽ നിന്നും മറ്റ് വ്യക്തികളുടെ RC ബുക്കുകളും സാമ്പത്തിക രേഖകളും പിടിച്ചെടുത്തു. നെന്മണി സ്വദേശി പ്രഹ്ലേഷിൻ്റെ വീട്ടിൽ പോലീസ് അന്വേഷണത്തിന് എത്തിയെങ്കിലും വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു. കർണങ്കോട് സ്വദേശി MA മുസ്തഫയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ അമിത പലിശ വാങ്ങിയ നെന്മിനി സ്വദേശി പ്രഹ്ലേഷും വിവേക് ദാസും ഒളിവിലാണ്. ജീവനെടുക്കാൻ പ്രേരിപ്പിച്ച കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെയാണ് പോലീസ് നടപടി. വിവേക് ദാസിന്റെ വീട്ടിൽ നിന്നും മറ്റു വ്യക്തികളുടെ RC ബുക്കുകളും സാമ്പത്തിക രേഖകളും പിടിച്ചെടുത്തു. നെന്മിണി സ്വദേശി പ്രഹ്ലേഷിന്റെ വീട്ടിൽ പോലീസ് അന്വേഷണത്തിനെത്തിയെങ്കിലും വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഈ മാസം 10 ഗുരുവായൂർ സ്വദേശി മുസ്തഫ ജീവനൊടുക്കിയത്. 6 ലക്ഷം രൂപ കടമെടുത്ത മുസ്തഫ 40 ലക്ഷം നൽകിയിട്ടും ഭീഷണി തുടരുകയായിരുന്നു. മുസ്തഫയുടെ മരണത്തിന് ശേഷവും ഗുണ്ടാസംഘം മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പ്രഹ്ലേഷിനെയും വിവേകിനെയും കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മലപ്പുറത്ത് കാറ്റിലും മഴയിലും വ്യാപക കൃഷിനാശമുണ്ടായി. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ വരുന്ന 5 ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കടൽ പ്രക്ഷുബ്ധമായതിനാൽ 27-ാം തീയതി വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നാണ് നിർദ്ദേശം. മലയോര തീരദേശ മേഖലകളിലുള്ളവരോട് പ്രത്യേക ജാഗ്രത പുലർത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, പോത്തുങ്കൽ, പനങ്കയത്ത് ചുഴലിക്കാറ്റിൽ വ്യാപക കൃഷിനാശമുണ്ടായി. പ്രദേശത്തെ 1000-ഓളം വാഴകൾ നശിച്ചു. ഒരു വാഴയ്ക്ക് 300 രൂപയെങ്കിലും ചെലവാക്കിയ കർഷകർക്കാണ് വലിയ നഷ്ടം സംഭവിച്ചത്. ചുഴലിക്കാറ്റിൽ പോയതാണ് ഈ കണ്ട വാഴകൾ മുഴുവൻ. ഏകദേശം 950 വാഴകളോളം വെച്ചതാണ്. ഇനി ഒരു 120, 130, 140 വാഴയേ ഉള്ളൂ ഇതിനകത്ത്. ബാക്കി മുഴുവൻ പോയി. അടുത്ത ഒരു 2 മാസം കഴിഞ്ഞാൽ വെട്ടാവുന്ന കൊലകളായി കിടക്കുന്നതല്ല. ഒരു 300 രൂപയോളം ഒരു വാഴയ്ക്ക് ചിലവ് വരുന്നത് വെട്ടാനാകുമ്പോഴത്തേക്ക്. അത്രയും ചെയ്തുണ്ടാക്കിയ ഒരു വാഴയാണ്. ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അധികൃതർ സ്ഥലത്തെത്തി നാശനഷ്ടം വിലയിരുത്തിയിട്ടുണ്ട്. അടിയന്തര സഹായം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. വർഷങ്ങളായി കപ്പകൃഷിയിലൂടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗംഗാധരന്റെ കൃഷി വിളവെടുക്കാനിരിക്കെയാണ് മഴയിൽ നശിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം കുതിപ്പ് തുടരുന്നു. തൊട്ടുപിന്നിൽ തൃശ്ശൂരും 3-ാം സ്ഥാനത്ത് കണ്ണൂരുമുണ്ട്. അത്ലറ്റിക്സ് മത്സരങ്ങളിൽ പാലക്കാടും മലപ്പുറവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. അത്ലറ്റിക്സിൽ 2ഉം നീന്തലിൽ 9 റെക്കോർഡുകളാണ് ഇന്ന് പറഞ്ഞത്. ഹൈജമ്പും ലോങ് ജമ്പും ഉൾപ്പെടെയുള്ള മത്സരങ്ങളുടെ ഫൈനലുകൾ നാളെ നടക്കും. ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ഗ്രൂപ്പ് UAE-യുടെ ആഭിമുഖ്യത്തിൽ മാസ്റ്റേഴ്സ് വോളിബോൾ ടൂർണമെൻറ്റ് ദുബായിൽ നടന്നു. ദുബായ് മുഹ്സിന ന്യൂ ടൗൺ സ്കൂളിൽ നടന്ന മത്സരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 8 ടീമുകൾ പങ്കെടുത്തു. ഇറാൻ താരങ്ങളെ അണിനിരത്തിയ ടീം മദീന ഫൈനലിൽ ശക്തരായ കേലോ മാസ്റ്റേഴ്സ് ഇന്ത്യ ടീമിനെ നേരിട്ടുള്ള 3 സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി കിരീടം സ്വന്തമാക്കി. കേലോ മാസ്റ്റേഴ്സ് ഇന്ത്യ 2ാം സ്ഥാനവും മാസ്റ്റേഴ്സ് മാഷേഴ്സ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇന്ത്യയുടെ മുൻ ദേശീയ താരങ്ങളായ ഗോപിദാസ്, രാജീവ് മുത്തകുന്നം ഉൾപ്പെടെയുള്ളവർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഷഫീർ മതിലകം, ഷിജു കണ്ണൂർ, മുഹമ്മദ് സഗീർ, സുധീർ മഞ്ഞാലി എന്നിവരാണ് ടൂർണമെൻറ്റിന് നേതൃത്വം നൽകിയത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.